എവിടെ പോയി ഈ കാര്യത്തിന് പറഞ്ഞാച്ച നേരത്തും കാലത്തും വരില്ല. അപ്പൊ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കോപ്പാണ്. അയ്യ എവിടെ ചങ്ങായി ഇത്? ഞാൻ ഈ കുപ്പി വെള്ളവും ഗ്ലാസ്സും ഒക്കെ ആയിട്ട് ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങി കുറെ നേരമായി. ഇതൊന്ന് വരുന്നുണ്ടത് എന്ത് ഈ വേം വാന്ന എവിടെ എത്തി? എന്നാ വേം വാ. ഇവിടെ അടുത്തെത്തി പറഞ്ഞിട്ട് എവിടെ വല്ലാത്തൊരിടങ്ങറ്. എവിടെ എത്തിന്നാ ഈ പറയണത്? കേട്ടോ എല്ലാം തയ്യ വരാണ്ടത്ര രക്ഷയൊന്നുമില്ലല്ലോ. പൊന്നാരി ചങ്ങ എമ്മാരി ബ്ലോക്ക് അച്ചിട്ട് അവിടെ. എന്ത് ബ്ലോക്ക്? എപ്പോ പോയിക്കണാണ്? എപ്പോ പോയിക്കണ? ഞാൻ എന്റെ പേരെ നിർത്തുന്നല്ലോ. ഇപ്പത് എടപ്പാളിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ റോഡ് പണി നടക്കുന്നോണ്ട് ബ്ലോക്ക് അല്ലത്. ഇനിയിപ്പോ വലിയ വർത്താനം പറയാൻ നിൽക്കണം. സാധനം കിട്ടിയില്ലേ? ഇനിയിപ്പോ അതിനോട് കഴിച്ചാ പോരെ. വാങ്ങിയില്ലല്ലോ. അപ്പൊ പിന്നെ ഇജ്ജും തൊലക്കൊക്കെ വേണം. ഞാൻ അത് വാങ്ങിക്കൊണ്ടും വേണം തിന്നും വേണം ഒക്കെ വേണം വെച്ചാല് ഇജ്ജ് ഇവിടെ ഇങ്ങനെ വെറുതെ ഞാൻ ഈ വെള്ളം ഗ്ലാസ് ചെയ്തിട്ട് കണക്ക് അത് കാണിച്ചൂടെ? കണക്കതൊന്നും വേണ്ടല്ലോ. എനിക്ക് അങ്ങനല്ലേ. മാവിന്റെ വെക്കണ ആടാണ്. വെള്ളം തണുപ്പില്ല. ഇതൊരു സാധനം കിട്ടിയ പിന്നെ ഒരു മനുഷ്യൻ കൂടെ പറയിക്കണ്ട. അണ്ണണ്ണ ഇതിലൊന്ന് വെള്ളം ഒഴിച്ച് കണക്ക് വെച്ചാൽ ഇതൊക്കെ ഞാൻ ചെയ്യണം. എൻ്റെ അടുത്ത് മോതിയല്ലോ. ഞാൻ മൂച്ചിൻ്റെ മൂച്ചിൻ്റെ എടുത്താ അല്ലാത്തൊരു സാധനം. അന്നെ പറഞ്ഞ അയച്ചപ്പോ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഒരു വാങ്ങുണ്ടാവില്ല. അത് സാധനം വാങ്ങിട്ട് വരും. അത് എംസിംഗിൽ വാങ്ങാറുന്നില്ല. എങ്ങനെയായാലും ഒരു 10 മിനിറ്റ് ഇരുന്നോട്ടെ. ഇത് ഒന്നിച്ചൊരു തേങ്ങ കൂടാ. ഇതൊരു കാര്യം ചെയ്താ ഞാൻ പറഞ്ഞേക്കെ. ഇത് ഒന്നിച്ച് പടപടപടാച്ചിനെ കുടിക്കാനല്ല ഇപ്പത്. ഞാൻ ഒഴിച്ചോളപ്പോ ഫസ്റ്റ് ഞാനല്ലോ ഒഴിച്ച്. ഇല്ല അത് വല്ലാത്തൊരു ഇടങ്ങറ്. ഒഴിക്കല്ലേ ഉണ്ടാവും. ഇതാണ് സത്യം. സത്യം നമ്മൾ എന്ത് ഗ്യാസിന്റെ ഗുളിക കഴിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല. ഇതാണ്ട് ഉള്ളിൽ ചേർന്ന ഗ്യാസ് റിലീസ് ആവും. ആ പറഞ്ഞതിൽ നമ്മളതിനോട് യോജിക്കുന്നുണ്ട്. അതിൽ തുള്ളി കുറവുണ്ട്. എന്നാ ഇത് ഇച്ചെടുത്തോ. ഇത് പൈസ തരുമ്പോ ഈ ഒരു തുള്ളി കുറവിന്റെ കണക്ക് പറയരുതിട്ടാ. ഇതിന് മാത്രമേ ആവുള്ളൂ. കായ്ക്ക് കായ് ഇന്ന് വരും. ഇതിങ്ങനെ അധികാരം പോണ്ടി വരില്ല ഈ പോക്കാണെങ്കിൽ. ഇനിയിപ്പോ വൈകുന്നേരത്തേക്ക് വേറെ വേണ്ടേ? അതിന് പൈസ ഓള് തരും. അല്ലാണ്ട് അതിൻ്റെ ഓള് തരും. ഈ എന്നെ എടുക്കുന്നു. ഇന്ന് ഈ എന്നെ വാങ്ങിക്കൊണ്ടിരും. ഇന്ന് ആകെ 1000 റുപ്യ കിട്ടിയിട്ടുള്ളത്. ഒരാളിനോട് ചോദിച്ചിട്ട് പൈസയും കിട്ടിയിട്ടുണ്ട്. ഒരു ടച്ചപ്പ് പോലെ മര്യാദക്ക് വാങ്ങലത്. മൂച്ചിൻ്റെ മാവിൻ്റെ ഒക്കെ എടുത്ത് ഞങ്ങളെ മൂട്. ഇഞ്ഞേ ഒരു കാര്യമുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് അടിക്കൊള്ളൂ കേട്ടോ. വർത്താനല്ല. പൈസ നല്ല എടുക്കണം. വൈകുന്നേരത്ത് വേണോ? വൈകുന്നേരത്ത് വേണോ? വൈകുന്നേരത്തേക്ക് വേറെ വേണോ? അപ്പോൾ പിന്നെ ഒരു കുറച്ച് സമാധാനത്തിൽ കഴിക്കും. ഇതൊന്നിച്ചാണ്ട് കഴിക്കാൻ. എന്നിട്ട് പിന്നെ ഇവിടെ അവിടെ മലന്ന് നടക്കാനല്ലേ. എന്തപ്പോ ചെയ്ത് കാട്ടി കൈ നേരെ ഞാൻ കഴിക്കാൻ മുട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു
മണ്ണെണ്ണയാണ് താങ്ങി അതിപ്പോ മാങ്ങണ്ടോ? അതിന്റെ ചക്ക ഈ സമയത്ത് മാങ്ങ നോക്കട്ടെ. ഞാൻ കുടിക്കണമൊന്നുമില്ല, അതിലല്ല സാധനം ഇരിക്കുന്നത്. തനി എച്ചി ആയാൽ എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടൊരു എച്ചി? ജഗതി പറഞ്ഞ മാതിരിയാണിത്. എച്ചി എന്ന് എച്ചി തന്നെടേ. ആയിട്ടില്ല. ആൻ്റെ ഓൾക്ക് കൊടുത്താളെ ആണെങ്കിൽ തന്നെ വലിയ വർത്തമാനം പറയാൻ നിൽക്കണ്ട. ആ പുളിയാണ്, ആ പുളി കഴിച്ചാൽ സാധനം ഇറങ്ങും. പുളി മാങ്ങപ്പഴ പുളി സാധനം ഇറങ്ങും. ഇജ്ജ് പുളിയൊന്നും കഴിക്കണ്ട. അതെ, ഞാൻ ഒന്ന് മൂത്രം വെച്ചിട്ട് തരാം. അത് ഗുണം ചെയ്യും. ഇഞ്ഞോടുക്ക് ഇത് നമുക്ക് മാത്രമേ നമുക്ക് ഉണ്ടാക്കുമല്ല. ഇനി റാഫില്ലേ, പിന്നെ ഓനൊരു സമാധാനം പറയണ്ടേ? പിന്നെ കൊടുക്കണതല്ല പൈസ ഓനും കട്ടിട്ടാണ് ഇപ്പത്. എന്നെ പോലെ തന്നെ ചേച്ചി വലിയ ചില എടുക്കാൻ നിൽക്കണ്ട. നമുക്ക് ഇനി വൈകുന്നേരം സാധനം വേണ്ടേ? അതിന് പൈസ എടുക്കണ്ടേ? ഉണ്ടായിരിക്കണതല്ല ഒരൊരിക്കലും ഇല്ല. ഇല്ലാറില്ലേ? ഇതിഞ്ഞ് റാഫി വന്നാൽ അതിന് ഞാൻ പൈസ കൊടുക്കേണ്ടി വരും. ഓനെന്ന് ചോദിച്ചാൽ ഞാൻ തട്ടുക വാങ്ങിയില്ല. നല്ല പരിപാടി. എന്നാൽ ആൻ്റെതാണ് നടത്താൽ മതി, വേറെ ആൾക്ക് വേണ്ട. ഇജ്ജൊരു ഒരിക്കലും ഇല്ല. പരിപാടി നിർത്തി. ഇത് കൗത്യം പിന്നെ കഴിക്കാൻ പാടില്ല. മാങ്ങ കണക്ക് സാധനമൊക്കെ വാങ്ങിക്കാം. പൈസ ഞാൻ കൊടുത്തോളാം. ഓൻ എന്നെ പോലെ പൈസ തന്നിട്ടാ പിന്നെ അന്റെ മാത്രം കയറ്റാണ്ട് പോവാ. ഇല്ല പിന്നെ ഓന്റെ കാര്യമാണ് നേരണം. പോത്ത് പോലെ പറഞ്ഞ പോർക്ക് നീക്കടി പോർക്ക് കള്ളം കുടിച്ച് മൂക്കൊട്ട കേറി വന്നോളൂ. കള്ളു കുടിച്ചിട്ട് വീണതല്ലടി അത്. കള്ളു കുടിച്ചിട്ടൊന്നും ഞാൻ വീഴൂല. ഞാൻ കള്ളു കുടിച്ചു. മതി പറയാൻ കൂടെ വയ്യ. കുടിച്ചാ വീഴില്ല. ശരി, സമ്മതിച്ച് വിഴണ്ട. പിന്നെ നേരത്തെ എന്റെ ഫോണ് ബിസി ആയിരുന്നല്ലോ. എപ്പോ? കുറച്ച് നേരത്തെ ഞാൻ ഇങ്ങോട്ട് കേറുന്നതിന്റെ മുമ്പ് പിന്നെ വഴിക്ക് കേറുമ്പോ ഞാൻ വിളിച്ച അപ്പൊ ഫോൺ എന്തിനാ ആന്നെ ചോദിക്കണെനിക്ക് ഫോൺ എന്തിനാടി ഫോണ് കണ്ണി കണ്ട ആണുങ്ങളെ വിളിക്കലെന്നെ എനക്ക് പണി. നോക്കടി ഇന്റെ ഫോൺ ഇതില് ഒരു പെണ്ണിന്റെ നമ്പർ ഉണ്ടാവും. പൂതനയുടെ ഒരെണ്ണത്തിന്റെ നമ്പർ ഇതിലുള്ളൂ. വേറെ പെണ്ണുങ്ങളെ നമ്പർ ഞാൻ അടിച്ചിട്ട് എന്റെ ചേപ്പ ഞാൻ തിരിക്കും പന്നി. ശരി കൊന്നുകളെ ഈ ആരടി റിപ്പറാ ചെയ്യൂടി. ഞാൻ കിടന്നോ ഉറങ്ങുമ്പോ നാശം പിടിച്ച മനുഷ്യന് എന്ന് കൂടി തുടങ്ങി അന്ന് തൊട്ട് തുടങ്ങിന്റെ എല്ലാം. ഉറങ്ങുമ്പോ ഈ ചുറ്റിയേക്ക് അടിച്ച് കൊല്ലില്ല എന്തേലും പറയാ. കൊല്ലില്ലാന്ന് എന്തത്ര ഉറപ്പ്? ആ ഉറപ്പ്. കൊന്നില്ല എന്താണ് കൊല്ലില്ലാന്ന് എന്തത്ര ഉറപ്പ്? അതിനല്ലേ ഞാൻ പറഞ്ഞു വന്നി മാറിക്കളിയാണ് കിടന്ന് ഉറങ്ങാൻ നമ്മയ്ക്ക് ഈറ്റപ്പണ്ടാറോ. കള്ളു കുടിക്ക കള്ളുടിക്കാന്റെ അച്ഛന്റെ പൈസക്ക് അല്ലടി. നിങ്ങൾക്ക് കള്ളു കുടിക്കാൻ ഇവിടെ കാശ് തരണ്ടുള്ളൂ. നാണം കെട്ട മനുഷ്യൻ. പോയാ സത്യാദി നല്ല കണി. രാവിലെ തന്നെ എന്നെ കണിയണ്ട. അന്നത്തെ ദിവസം പോയി. എന്തായിരുന്നു ഇന്നലെ? ആരായിരുന്നു? കൊമ്പനാലി ആയിരുന്നു ഇവിടെ. എണീറ്റിരിക്കേ. ഒരു ദിവസം കുടിച്ചു വരാത്തില്ല. എവിടുന്നാ നോക്കി പൈസ കിട്ടണ കുടിക്കാനായിട്ട്?
ഞാനല്ലേ ചോറായിരുന്നു. അതെന്നും അങ്ങനെ തന്നെ. ആ ഹരിപ്പന്നിയെ മദ്യം കൊടുത്തിട്ടാണ്ട് ഒഴിച്ച് ഞാൻ വേണ്ട വേണ്ട എന്നോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? ഹരി. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഓൻ കേട്ടില്ലേ, എന്നെ കുടിപ്പിച്ച് എല്ലാരും കൂടി. എന്തോ തലക്കൊരു പെരുപ്പ് കൂടിയിട്ട് തുള്ളി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതാണ് മാറിയാണോ. ഇനി ഇത് ഒരു 10 മണിയാകുമ്പോഴത്തേനുണ്ടല്ലോ തല ഇങ്ങനെ ചിറ്റാൻ തുടങ്ങും. ഈ തലക്കൊരു പെരുപ്പാ. എന്റെ പൈസ ഇരിക്കണ്ട. എന്താണ് ചാവിയല്ലേ? വീടിന്റെ 2 സൈഡും ഞാൻ പൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇതിനുള്ളത് പുറത്തേക്ക് ഇറങ്ങണ്ട. പുറത്തു പോയിട്ടല്ലേ നിങ്ങൾ കുടിച്ചു ബോധമില്ലാതെ കേറി വരുന്നത്. അത് ഇനി വേണ്ട. അപ്പൊ ഞാൻ പുറത്തേക്ക് പോവാതിരുന്നു ഇതിന്റെ ഉള്ളിൽ കുത്തിരുന്നാ മതി. തിന്നാന്റെ തന്ത കൊടുന്നു തരുമോ? നിങ്ങൾ തിന്നാൻ കൊടുത്തിട്ടാണല്ലോ അതിന്റെ ഉള്ളിൽ 3 നേരം ഇങ്ങനെ കിടന്നിട്ടൊക്കെ ചെയ്യണത്. ഞാൻ കേട്ടണമെന്നൊക്കെ ഒറ്റ കുത്തോണ്ട് തരും ഞാൻ. എന്തൊരു കഥയാണ്. കളിക്കാൻ നിക്കല്ലോ അത്. ഞാൻ ഒന്നും കഴിക്കില്ല. എന്താണ് ഇവിടെ ആകെ ചൊറിഞ്ഞിട്ട് ഇതൊന്ന് കഴുകിക്കൂടെ? എന്തിനീ കണ്ണും കുടിച്ച് പോകത്തില്ല. അതങ്ങനെ പിന്നെ 100 റുപ്യന്റെ അടുത്ത തല പെരുത്തിട്ട് വയ്യാതാണ്. ഞാൻ ഒരു സ്മോള് കഴിച്ചിട്ട് കേടന്നു വന്നെ. ഞാൻ ഇന്നലെ എടുത്ത് കൊണ്ടുവരണം എന്ന് വിചാരിച്ച ആ പന്നികളൊക്കെ കൂടിയിട്ട് തീർത്ത്. അതല്ലെങ്കിൽ അത് ലേശം കൊണ്ടുവരാറുണ്ട്. ഞാൻ കൊണ്ടുവരാൻ പറ്റിയില്ല. അതെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ പുറത്ത് പോയിട്ട് നിങ്ങൾ കള്ള് കുടിക്കണില്ല. എനിക്ക് എന്തായാലും ഒരു തുള്ളി കഴിക്കൊക്കെ വേണ്ടി വരും. അയാളിപ്പോ ഒരു ലേശം കഴിക്കണോണ്ട് ഇപ്പൊ എന്താ കുഴപ്പമാണ്? നിങ്ങക്ക് ഞാൻ തരാ പോരെ. നിങ്ങക്ക് കള്ള് ഇനി മുതലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. പറ്റുമോ? നിങ്ങക്ക് ഇനി മുതൽ കള്ള് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. 1 പെഗ് എന്നും ഞാൻ ഒഴിച്ചു തരും. ഞാൻ ഒഴിച്ചു തരും നിങ്ങക്ക്. അത് കുടിച്ചാ മതി. എന്റെ കൂട്ടുകാരത്തെ വിജി, ധന്യ, മേരി, ഈ 3 ആൾക്കാർക്കും ഞാൻ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ശല്യം സഹിക്കാൻ പറ്റാതായിരുന്നു. ഓരോട് ഞാൻ പറഞ്ഞപ്പോഴേ അവര് പറഞ്ഞ ടിക്കത്. ഇനി മുതൽ കെട്ടിയോനെ പറഞ്ഞേക്കണ്ട. ഇതുപോലെ ഓരോ പെഗ് ഒഴിച്ചു കൊടുത്താൽ മതി. ഡെയിലി കുടിക്കലും ആയി, വീട്ടില് മനസ്സമാധാനമായി. പിന്നെ നിങ്ങള് പണിക്ക് പോയിട്ട് 10 പൈസ കുടുംബത്തിൽ കൊണ്ടിരുന്നു എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. നിങ്ങളുടെ തന്തയും എന്റെ തന്തയും നയിച്ചുണ്ടാക്കിയത് ആ ബാങ്കിൽ കിടക്കും. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ കുഞ്ഞാ, മറ്റേ ഡെയിലി ഒരു പെഗ് അത് ഇന്നുണ്ടാവുമോ? ഇന്ന് മുതൽ ഉണ്ടാവും. ഇപ്പൊ കിട്ടുമോ? കിട്ടും. എന്നാ ഒരു പെഗ്ഗെങ്കിൽ പെഗ് എടുത്തോണ്ടാ. കൈ വറക്കണൊന്നുമില്ല, ചെറിയൊരു ഹാങ് ഓവർ. എന്ത് തേങ്ങ കുത്തിയത് നേരത്ത് വല്ല പാമ്പ പഴുതാര ഇതിന്റെ ഇടയിൽ ഉണ്ടാവണ. ഒന്ന് കഴുകിട്ടാ മതി. ആരായി ഫോണ് ഇവിടെ കൊടുത്തത്? എന്തപ്പത് ഇങ്ങോട്ടേടി നോട്ടെ. നോക്കൊന്നും വേണ്ട. അതിൽ ഒരു പെഗ്ഗേ തരുള്ളൂ ട്ടാ. ദേ എന്റെ കൂട്ടുകാരത്തി ഓളുടെ കെട്ടിയോന് കണ്ണൂര് പോയപ്പോ കൊണ്ടുവന്ന മാഹി. ബ്രാൻഡൊക്കെ നോക്കിക്കോ. എന്നുണ്ട് 1000 റുപ്യ വില. ഇത് നിങ്ങൾക്ക് 1 മാസത്തേക്കുള്ളതാണ്. ഇതില് ഞാൻ 1 പെഗ് തരും. അത് മാത്രങ്ങള് കിടിക്കാൻ വേണ്ടി ഇന്ന് മുതൽ പുറത്തേക്കെങ്ങാനും ഇറങ്ങി ഞങ്ങളെ കാലം തല്ലി പിടിക്കും. ഒരു പെഗ്ഗന്നെ നടക്കൂല മോനെ. 1 പെഗ് ഒഴിച്ചിട്ട് കൊടുത്താൽ എന്നെ കെട്ടിയമാര് തിന്നാവുള്ളൂ. ഒരു പെഗ് കൊണ്ടൊന്നും ഒന്നും ആവില്ല. ആ 1 പെഗ് കുറ്റാൻ നജി. ഈ 1 പെഗ് കുടിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കണം. ഈ 1 പെഗിന്റെ അപ്പുറം എന്റെ പൊന്നൂന് ഞാൻ തരൂല കേട്ടാ. ഇവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാനല്ലേ. ഈ 1 പെഗില് അവസാനിപ്പിച്ച മോനെ. ഈ 1 ഗ്ലാസ് നിറച്ചപ്പോ 1 പെഗായി. ഇനി നാളെ രാവിലെ 1 പെഗ്. എന്നാലേ ഇത് 1 പെഗ്ഗാവാൻ 1 തുള്ളിയും കൂടി വെക്കേണ്ടതുണ്ട്. ഇത് അറിഞ്ഞില്ല. നിന്നെ പറ്റിക്കല്ലേ. ഞാൻ വാക്ക് പറഞ്ഞോണ്ടോ 1 പെഗിന്റെ അപ്പുറം ഇതുമ്മ വെച്ചിട്ട് ഒഴിക്കാം. അപ്പൊ ആ തുള്ളിയും കൂടി ഒഴിച്ചോ, നിറച്ചൊഴിച്ചോ, വെടിപ്പനൊഴിച്ചോ. 1 പെഗ് നിറച്ചിട്ടുണ്ട്. ഇനി മോൻ ഇന്ന് കുടിക്കാൻ പറ്റുന്ന വിചാരിക്കണ്ട. ഈ 1 പെഗ് അങ്ങോട്ട് കുടിച്ച് ഇവിടെ കുത്തിരുന്ന
ഇപ്പൊ അതെന്തായി? ഒരു പെഗ്. ഒരു കുപ്പി വെള്ളം ഒരു ഗ്ലാസ് കൊണ്ട് എടുത്തോട്ടാ. കുപ്പി ഗ്ലാസ് തന്നെ എടുത്തോട്ടാ. ഞാൻ ഒന്ന് പൊളിക്കുന്നത് വെറുതെ അല്ല. ഈ പെൺബുദ്ധി പിൻബുദ്ധിയാന്ന് പറയണത്. എന്താ പോത്തിനൊരു പെഗിന്റെ അളവ് അറിയില്ല. എന്താ ഇപ്പൊ ഞാൻ അടിച്ചിട്ടുണ്ട് വെച്ചിട്ട് ഞാൻ ഇപ്പൊ ഓഫാവൂലേ? ഞാൻ ഒന്ന് പൊളിക്കും. ചിരിച്ച് ചിരിച്ച് പോയാലേ മദ്യം കണ്ട് ഭ്രാന്താന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. അയ്യോ.